ഗണിതശാസ്ത്രത്തിൽ പ്രതിഭ തെളിയിച്ച വനിതയായിരുന്നു ശകുന്തള ദേവി. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന വിളിപ്പേരിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. ഗണിതം, ജ്യോതിഷം എന്നിവയെക്കുറിച്ച് അല്ലാതെ നിരവധി നോവലുകളും അവർ എഴുതിയിട്ടുണ്ട്. അതിവേഗത്തിൽ കണക്ക് കൂട്ടാനുള്ള തൻ്റെ കഴിവിലൂടെയാണ് ശകുന്തള ദേവി ലോകപ്രശസ്തയായത്. തനിക്ക് 5 വയസ്സുള്ളപ്പോൾ 18 വയസ്സുള്ളവർക്കുള്ള ഗണിതശാസ്ത്ര ചോദ്യത്തിന് അവർ ഉത്തരം കണ്ടെത്തിയിരുന്നു. വേഗത്തിൽ കണക്ക് കൂട്ടാനുള്ള ഇവരുടെ കഴിവാണ് ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന പേര് ഇവർക്ക് നേടിക്കൊടുത്തത്. 1980 ലണ്ടനിലെ ഇംപീരിയൽ കോളേജിൽ 13 അക്കങ്ങൾ 28 സെക്കൻഡിനുള്ളിൽ ഗുണിച്ച് ശരിയായ ഉത്തരം പറഞ്ഞ് 1982 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ അവർ ഇടം നേടി. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർക്ക് വേഗത്തിൽ ഉത്തരം കണ്ടെത്താൻ സാധിച്ചു എന്നത് വലിയ നേട്ടമായിരുന്നു. അങ്ങനെ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന വിളിപ്പേര് അവർക്ക് ലഭിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ ശകുന്തള ദേവി മിടുക്കിയായിരുന്നു. തൻ്റെ 6-ാം വയസ്സിൽ മൈസൂർ സർവകലാശാലയിൽ കണക്കുകൂട്ടലിലും ഓർമ്മശക്തിയിലും കഴിവ് തെളിയിച്ച് അവർ കയ്യടി നേടിയിരുന്നു. അവരുടെ 8-ാം വയസ്സിൽ തമിഴ്നാട്ടിലെ അണ്ണാമല സർവകലാശാലയിലും അവർ കണക്കിലെ കളികൾ കൊണ്ട് മാജിക് തീർത്തു. അവിശ്വസനീയമാം വിധം കണക്ക് കൂട്ടാനുള്ള കഴിവ് കാണിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ അവർ കയ്യടി നേടിയിരുന്നു. 1977 അമേരിക്കയിലെ ഡെല്ലാസിൽ കമ്പ്യൂട്ടറുമായി നടത്തിയ മത്സരത്തിൽ അവർ ഏവരെയും അത്ഭുതപ്പെടുത്തി. ക്യൂബ് റൂട്ട് മത്സരത്തിൽ 50 സെക്കൻഡിനുള്ളിലാണ് അവർ ഉത്തരം നൽകിയത്. ശകുന്തള ദേവിയുടെ പിതാവ് നാനാക് ചന്ദ് ഒരു സർക്കസ് കായിക താരമായിരുന്നു. വലിച്ചു മുറുക്കിയ കയറിന് മുകളിലൂടെയുള്ള നടത്തം ഇയാൾ പ്രദർശിപ്പിച്ചിരുന്നു. തൻ്റെ പിതാവിനൊപ്പം വീട്ടിൽ മാന്ത്രിക വിദ്യകൾ പ്രദർശിപ്പിച്ച ശകുന്തള ദേവിയുടെ ഗണിതശാസ്ത്ര പാഠവും ചെറുപ്പത്തിൽ തന്നെ ബന്ധുക്കളെയെല്ലാം അത്ഭുതപ്പെടുത്തിയിരുന്നു. സ്കൂളിൽ പോകാതെ തന്നെ ഇത്തരത്തിൽ വലിയ കണക്കുകൾ മെരുക്കിയെടുത്ത അവൾ ഏവരെയും അതിശയിപ്പിച്ചു. തൻ്റെ 3-ാം വയസ്സിൽ തന്നെ ശകുന്തള ദേവി അവരുടെ കഴിവുകൾ പുറത്തെടുത്തിരുന്നു. ബുക്ക് ഓഫ് നമ്പേഴ്സ്, സൂപ്പർ മെമ്മറി, പസിൽസ് ടു പസിൽസ് എന്നിവയാണ് അവരെഴുതിയ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. കണക്ക് കൂട്ടലുകളുടെ വേഗതയിൽ ലോകത്തെ തന്നെ അമ്പരപ്പിച്ച ഈ പ്രതിഭയുടെ ജീവിതവും കണക്ക് കൂട്ടലുകളിലൂടെ തന്നെയായിരുന്നു. 1929 നവംബർ 4 ജനിച്ച അവർ 2013 ഏപ്രിൽ 21 മരണപ്പെട്ടു. ഗണിതശാസ്ത്രപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശകുന്തള ദേവിയുടെ കഴിവ് ചെറുപ്പം മുതലേ അവരുടെ കുടുംബത്തെയും ബന്ധുക്കളെയും വിസ്മയിപ്പിച്ചിരുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.